ഇത്രയും സാധനം വേണം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒഴിച്ചു സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ആദ്യം എണ്ണ ഒഴിച്ച് സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ നമ്മൾ സവാള ഇടുന്നു. സവാള അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ഇടുന്നു. ഇത്തിരി സവാളയും പച്ചമുളകും. ഇതെല്ലാം ബാച്ചിലറിൻ്റെ ഒരു ഫുഡാണ്. ബാച്ചിലറിൻ്റെ മീൻകറി, പെട്ടെന്ന് ഒരാണുങ്ങൾ വയ്ക്കാൻ പറ്റുന്ന ഒരു മീൻകറി. ഇത്തിരി മല്ലിപ്പൊടി ഇടുക, കൂടുതൽ വേണ്ട, ഇത്തിരി മതി. പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ഇടണം. തണുത്താൻ ക്യാമറ എടുക്കുക, ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇത്തിരി വെള്ളം ഒഴിക്കണം, സ്വല്പം കൂടി വെള്ളം ഒഴിക്കണം. പിന്നെ മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്, കുരുമുളക് 1 സ്പൂണ്, പെരിഞ്ജീരകം ഒരു 1/2 സ്പൂണ്. നല്ല ഫ്രഷ് മാച്ചാങ്ങറി. ഇത് പയ്യെ ചാറൊക്കെ ഇങ്ങനെ ഒഴിച്ച്, കൂടുതൽ മീൻ അണക്കരുത്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ ചാറൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ടൊക്കെ അണക്കിയിട്ടാണ് സൈഡിൽ കൂടി ഇങ്ങനെ അണക്കിയിട്ടാണ്. എന്തെങ്കിലും ചെയ്യുമ്പോൾ അവസാനം റെഡിയാവും. ചെയ്ത് വരുമ്പോഴേ എല്ലാം കംപ്ലീറ്റ് എന്തെങ്കിലും റെഡിയാവും. നമ്മുടെ നാടൻ ഫുഡ് വലിയ ഒരു സംഭവമില്ല. എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചേർക്കില്ല. എല്ലാം നടക്കും. വേണ്ടല്ലേ തിലക്കുന്നു. മീൻ പൊടിയാതെ നോക്കിയാൽ മതി. പൊടിഞ്ഞാൽ ഒരു സുഖമില്ല കഴിക്കാനൊക്കെ. അപ്പോൾ ആ പീസായിട്ട് കഴിക്കണമെങ്കിൽ പൊടിയാതെ. ഇത് മീൻ കറി റെഡിയായി, സെറ്റപ്പായിട്ട് തിളച്ച് വെന്ത് ഇരിക്കുന്നു. നമ്മൾ അവസാനം ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. എൻ്റെ മുമ്പ് കറിയും കുറച്ചൊഴിച്ച് പീസ് എടുത്ത് കഴിച്ച് നോക്കാം നമുക്ക്. ഇത്തിരി കറിയും വെച്ച് കുഴപ്പമില്ല, അടിപൊളിയാണ്. ഉപ്പ് ഇത്തിരി കുറവാണെന്നോ എനിക്കറിയില്ല, പക്ഷെ അടിപൊളിയാണ്. സെറ്റപ്പ്.